ഇത് നിങ്ങൾക്ക് 100% പ്രയോജനപ്പെടാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക, ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുന്ന ഒരാളാണോ? അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരാളാണോ? ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടെ കൊറിയറുകൾ വരാറുണ്ടോ? അപ്പോഴൊക്കെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്ത് മടുത്തിരിക്കുകയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പ്ലസ് കോഡാണ് അതിന് നമ്മളെ സഹായിക്കുന്നത്. എന്താണ് ഈ പ്ലസ് കോഡ്? എങ്ങനെ നമുക്ക് ഈസിയായ ഒരു സ്ഥലത്തിൻ്റെ പ്ലസ് കോഡ് കിട്ടും? ഒരു പ്ലസ് കോഡ് ഉപയോഗിച്ച് എങ്ങനെ കൃത്യമായ ഒരു സ്ഥലം മാപ്പിൽ കണ്ടുപിടിക്കാം? അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഭൂമിയിലെ ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് അവിടുത്തെ അക്ഷാംശത്തിൻ്റെയും രേഖാംശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇത് നമ്മുടെ അഡ്രസ്സിൽ കൊടുക്കുക എന്നത് അത്ര പ്രായോഗികമല്ല. അവിടെയാണ് പ്ലസ് കോഡ് വരുന്നത്. ഈ അക്ഷാംശത്തെയും രേഖാംശത്തെയും ഒരു കമ്പ്യൂട്ടർ അൽഗോരിതം ഉപയോഗിച്ച് താരതമ്യേന നീളം കുറഞ്ഞ ഒരു കോഡാക്കി മാറ്റുന്നു. അതാണ് പ്ലസ് കോഡ്. അതിന് നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു സാധാരണക്കാരനും ഇൻ്റർനെറ്റിൽ നിന്ന് ഫ്രീ ആയി വളരെ വേഗം പ്ലസ് കോഡ് എടുക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോയുടെ ഈ ഭാഗം വരെ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഫോണിലെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് plus.codes/map എന്ന സൈറ്റിലേക്ക് പോകണം. അവിടെ നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കണം. എന്നിട്ട് ലൊക്കേഷൻ കാണിക്കുന്ന ഭാഗത്തേക്ക് സൂം ചെയ്യണം. ഫോണിലെ GPS ലൊക്കേഷൻ കൃത്യമായി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നീല ഡോട്ട് അനങ്ങാതെ നിൽക്കും. അതിൽ തൊടുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്ലസ് കോഡ് ഇവിടെ വരും. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തന്നെയാണ് നിങ്ങളുടെ ഡെലിവറി അഡ്രസ്സെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. മറ്റൊരു സ്ഥലമാണ് ഡെലിവറി അഡ്രസ്സെങ്കിൽ മാപ്പിൽ ആ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ വേണം ടാപ്പ് ചെയ്യാൻ. ഈ അപ്പ് ആരോയിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. നമ്മൾ ഈ പ്ലസ് കോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനോടൊപ്പമുള്ള ഈ ഭാഗവും അഡ്രസ്സിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ കൃത്യമായി ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ നീളം കൂടും. അതുകൊണ്ട് നമ്മൾ ഈ പ്ലസ് കോഡാണ് ഉപയോഗിക്കുന്നത്. അതിൽ ടാപ്പ് ചെയ്താൽ അത് കോപ്പിയാകും. ഇനി ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഫ്ലിപ്കാർട്ടാണ് ഉദാഹരണമായി കാണിക്കുന്നത്. ഇതിൽ അഡ്രസ്സുകൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് വരണം. നിങ്ങളുടെ ആപ്പിനനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസം കണ്ടേക്കാം. പുതിയ അഡ്രസ്സ് ചേർക്കുകയാണെങ്കിലും നിലവിലുള്ള അഡ്രസ്സ് എഡിറ്റ് ചെയ്യുകയാണെങ്കിലും ഇനി കാണുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോഴുള്ള അഡ്രസ്സിലേക്ക് പ്ലസ് കോഡ് എഡിറ്റ് ചെയ്ത് ചേർക്കാൻ പോവുകയാണ്. പല ആപ്പുകളിലും ഇതുപോലെ ലൊക്കേഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും അതിലൂടെ സ്ഥലപ്പേരും പിൻകോഡും മാത്രമേ എടുക്കാൻ പറ്റൂ. കൃത്യമായ ലൊക്കേഷൻ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നമ്മൾ കോപ്പി ചെയ്തെടുത്ത പ്ലസ് കോഡ് ചേർക്കാൻ പോവുകയാണ്. അത് പേസ്റ്റ് ചെയ്തിട്ട് അഡ്രസ്സ് നോക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഇതുപോലെ പ്ലസ് കോഡ് എന്ന് കൂടി എഴുതി വയ്ക്കാം. ഇനി സേവ് ചെയ്യാം. ഇപ്പോൾ പ്ലസ് കോഡ് നമ്മുടെ അഡ്രസ്സിൻ്റെ ഭാഗമായി. ഈ പ്ലസ് കോഡ് വെച്ച് എങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും? അതറിഞ്ഞാലല്ലേ നമ്മുടെ അഡ്രസ്സിൽ കൃത്യമായി സാധനങ്ങൾ എത്തിക്കാൻ കൊണ്ടുവരുന്നവർക്ക് പറ്റൂ. ഇനി അത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഇനിയും കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുന്ന കാര്യം മറക്കണ്ട. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ഹിയർ എന്ന ഭാഗത്ത് പ്ലസ് കോഡ് കൊടുക്കണം. എന്നിട്ട് സെർച്ച് ചെയ്യുമ്പോൾ മാപ്പിൽ കൃത്യമായ ലൊക്കേഷൻ വരും. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ അഡ്രസ്സിൽ പ്ലസ് കോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി ബോയ് വിളിക്കുമ്പോൾ അഡ്രസ്സിലെ പ്ലസ് കോഡ് നോക്കി വരാൻ പറഞ്ഞാൽ മതിയായിരിക്കും. പക്ഷേ മിക്കവർക്കും ഇതിനെപ്പറ്റി അറിയില്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ വീഡിയോയിൽ കണ്ട കാര്യം പറഞ്ഞു കൊടുക്കാം. അതുമല്ലെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കാം. അതിനുശേഷം പ്ലസ് കോഡ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം അവർക്കറിയാം. ഇതെല്ലാവർക്കും തന്നെ പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് പരമാവധി ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇതിലും നല്ല ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.